ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 രസിതം. ആരു പഠിപ്പിക്കും? ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയ ബീർബൽ കഥയാണ് ആരു പഠിപ്പിക്കുമെന്ന ഈ പാഠഭാഗം. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര സദസ്സാണ് പശ്ചാത്തലം. 16-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു അക്ബർ. വിക്രമാദിത്യ രാജസദസ്സിൽ എന്ന പോലെ അക്ബറിന്റെ സദസ്സിലും നവരത്നങ്ങൾ എന്ന പേരിൽ 9 മന്ത്രിമാരുണ്ടായിരുന്നു. അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി ബീർബലായിരുന്നു. ആരു പഠിപ്പിക്കും? ഒരിക്കൽ അക്ബറിന്റെ കൊട്ടാരത്തിൽ ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി. ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയാണ് ബീർബൽ. ബീർബലിനോട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്ക് പഠിക്കണം. അതിനായി നാളെ തന്നെ ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി. എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രിക്കാരുണ്ട്, കാലി മേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ആധാരമെഴുത്തുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ മറ്റനേകം പേർ വേറെയുമുണ്ട്. എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിനു രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. എന്തിനാണിത്? ദർബാർ ഹാൾ മുഴുവനും രാജ്യത്തെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകണ്ട ചക്രവർത്തിക്ക് ദേഷ്യം വന്നു. എന്താണിതിൻ്റെയൊക്കെ അർത്ഥമെന്ന് അദ്ദേഹം ബീർബലിനോട് ചോദിച്ചു. ചക്രവർത്തി, ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബീർബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ബീർബൽ എന്താണ് പറഞ്ഞത്? ചക്രവർത്തിയോട് ക്ഷമ പറഞ്ഞു. ചക്രവർത്തി പറഞ്ഞ ഉത്തരവ് പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും പറഞ്ഞു. എന്നിട്ട് എന്താ ചോദിച്ചത്? മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല, അതും ഇതുമായി എന്തു ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ? തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തെരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാകുക എന്നറിയാമോ? അതുമല്ലെങ്കിൽ കൈയെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന്? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടം ഇല്ല. കോപം കൊണ്ട് ചുവന്നു തൊടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അപ്പോൾ തിരുമനസേ, ബീർബൽ ശാന്തനായി പറഞ്ഞു, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്.
ഓരോരുത്തർക്കും മറ്റുള്ളവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട്, കുറച്ച് അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിനു നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു. അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ടു പറഞ്ഞു, അങ്ങുന്നേ, ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാന്വിതനായി. വൃദ്ധയെ തല കുമ്പിട്ടു വന്ദിച്ച അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ? ബീർബലിന്റെ മറുപടി ഇതായിരുന്നു, ഇവർ. ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? വൃദ്ധ ആരായിരുന്നു എന്ന ചക്രവർത്തിയുടെ അന്വേഷണത്തിനുള്ള ഉത്തരം വായനക്കാരിലേക്ക് വിട്ടുകൊണ്ടാണ് കഥ ഇവിടെ അവസാനിക്കുന്നത്. ജി മോഹനകുമാരി 1957 നവംബർ 1 കൊല്ലം ജില്ലയിൽ കോട്ടവട്ടത്ത് ജനിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരിക്കെ 2013 ജോലിയിൽ നിന്ന് വിരമിച്ചു. തളിര് മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. കഥ, ജീവചരിത്രം, വൈജ്ഞാനികം എന്നീ മേഖലകളിലായി 10 ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 100ഓളം ബാലസാഹിത്യ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കുട്ടികൾക്ക് വേണ്ടിയുള്ള 300-ലധികം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തു. കണ്ടെത്താം. അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടതെന്തായിരുന്നു? എന്തായിരുന്നു? അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്ക് പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരപ്പിച്ച കാഴ്ചയെന്ത്? എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? വൃദ്ധർ, കുട്ടികൾ, വീട്ടമ്മമാർ, അലക്കുകാർ, കൃഷിക്കാർ, ആക്രിക്കാർ, കാലിമേയ്ക്കുന്നവർ, കച്ചവടക്കാർ, ഗുമസ്തന്മാർ, ആധാരമെഴുത്തുകാർ, സാധാരണക്കാർ, സന്യാസിമാർ കൂടാതെ മറ്റനേകം പേരെ കൊണ്ട് ഹാൾ നിറഞ്ഞിരുന്നു. അതു കണ്ടിട്ടാണ് ചക്രവർത്തി അമ്പരന്നത്. ചക്രവർത്തിയെ ബീർബൽ ബോധ്യപ്പെടുത്തിയ പാഠം എന്തായിരുന്നു? എന്താണ് ബീർബൽ ചക്രവർത്തിയോട് പറഞ്ഞത്? ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട്, അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞതെന്ത്? എന്താണ് വൃദ്ധ പറഞ്ഞത്? ബുദ്ധിമാൻ അറിയാം
എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം എന്നാണ് വൃദ്ധ പറഞ്ഞത്. ബീർബലിന്റെ ആദ്യത്തെ അധ്യാപിക ആരായിരുന്നിരിക്കാം? ഒരുപക്ഷെ ബീർബലിന്റെ ആദ്യത്തെ അധ്യാപിക ബീർബലിന്റെ അമ്മയായിരുന്നിരിക്കാം. ആരാണെന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? അർത്ഥം കണ്ടെത്താം. ആക്രോശിക്കുക, ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ ശകാരിക്കുക. വിനയാന്വിതൻ, വിനയത്തോടു കൂടിയവൻ. തുച്ഛം, നിസാരം. വന്ദിക്കുക, വണങ്ങുക. ആക്രോശിക്കുക, ഉച്ചത്തിൽ പറയുക അഥവാ ശകാരിക്കുക. വിനയാന്വിതൻ, വിനയത്തോടു കൂടിയവൻ. തുച്ഛം, നിസാരം. വന്ദിക്കുക, വണങ്ങുക. എന്തൊക്കെ പഠിപ്പിക്കും? ചക്രവർത്തിയെ പഠിപ്പിക്കാൻ പലരും വന്നതായി നമ്മൾ കണ്ടു. ഇവരിൽ കൃഷിക്കാരനായ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചക്രവർത്തിയെ പഠിപ്പിക്കാനാവുക? എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ? കഠിനാധ്വാനത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, വിത്തിനെക്കുറിച്ച്, കൃഷി രീതിയെക്കുറിച്ച്, നിലമൊരുക്കൽ, വിതയ്ക്കൽ, നടീൽ തുടങ്ങിയ കൃഷി രീതിയെക്കുറിച്ച്, വിളവിറക്കുന്ന സമയം, വളത്തെക്കുറിച്ച്, കീടങ്ങളെക്കുറിച്ച്, ചെലവ്, വിളവെടുപ്പ്, വളപ്രയോഗം, കീടനാശിനി ഉപയോഗം ഇവയെക്കുറിച്ചെല്ലാം ഒരു കൃഷിക്കാരന് പഠിപ്പിക്കാനാവും. വായിക്കാം, എഴുതാം. മറ്റൊരു ബീർബൽ കഥ കൂടി വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കൂ. സ്വപ്നത്തിലെ കടം മറ്റൊരു ബീർബൽ കഥയാണ്. ധനികനായ കനകറാമും ദരിദ്രനായ ചമൻലാലും അയൽക്കാരാണ്. ഒരു നാൾ ചമൻലാൽ ഒരു സ്വപ്നം കണ്ടു. കനകറാമിൽ നിന്നും 100 സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങുന്നതും അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നതും നല്ല ഭക്ഷണം കഴിച്ചു സുഖമായിരിക്കുന്നതുമായിരുന്നു സ്വപ്നം. ശുദ്ധഗതിക്കാരനായ ചമൻലാൽ ഈ വിവരം പിറ്റേന്ന് കനകറാമിനെ കണ്ടപ്പോൾ അറിയിക്കുകയുമുണ്ടായി. എങ്കിൽ ആ സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു തന്നേക്ക്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കനകറാം ഗൗരവത്തിൽ അറിയിച്ചു, ഞാൻ സ്വപ്നത്തിലല്ലേ കടം വാങ്ങിച്ചത്? ചമൻലാൽ മിഴിച്ചു നിന്നുപോയി. സ്വപ്നത്തിലായാലും കടം കടം തന്നെയാണ്, അത് തിരിച്ചു തന്നേ മതിയാവൂ. കനകറാം തറപ്പിച്ചു പറഞ്ഞു. പ്രശ്നം അക്ബർ ചക്രവർത്തിയുടെ മുന്നിലെത്തി. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ചക്രവർത്തി ബീർബലിനെയാണ് ചുമതലപ്പെടുത്തിയത്. ബീർബൽ ഒരു കണ്ണാടിയും 100 സ്വർണ്ണ നാണയങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കണ്ണാടിക്ക് മുന്നിൽ സ്വർണ്ണ നാണയങ്ങൾ കൂട്ടിയിട്ടു. കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊള്ളാൻ കനകറാമിനോട് ബീർബൽ ആവശ്യപ്പെട്ടു. അതെങ്ങനെ പറ്റും? കനകറാം ചോദിച്ചു. സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ പണം മതിയാകും, ബീർബൽ പറഞ്ഞു. കനകറാം തന്റെ അപരാധത്തിനു മാപ്പിരന്നു. നിങ്ങൾ 100 സ്വർണ്ണ നാണയം ഈ പാവത്തിന് നൽകണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ, ബീർബൽ തീർപ്പ് കൽപ്പിച്ചു. ചക്രവർത്തി ഉൾപ്പെടെ സദസ്സിലുള്ളവരെല്ലാം ബീർബലിനെ വാനോളം പുകഴ്ത്തി. സ്വപ്നത്തിലെ കടമെന്ന ഈ ബീർബൽ കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കാം. തലമുറകളായി കൈമാറി വരുന്ന ഒരു ബീർബൽ കഥയാണ് സ്വപ്നത്തിലെ കടം. ദരിദ്രനും ശുദ്ധഗതിക്കാരനുമായ ചമൻലാൽ ധനികനും അയൽക്കാരനുമായ കനകറാമിന്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങുന്നതായി സ്വപ്നത്തിൽ കണ്ടെന്ന് കനകറാമിനോട് പറയുന്നു. സൂത്രക്കാരനായ കനകറാം ഈ സന്ദർഭം മുതലാക്കുന്നു. കടം വാങ്ങിയത് സ്വപ്നത്തിലാണെങ്കിലും അത് കടം തന്നെയാണെന്നും തനിക്ക് തുക തിരിച്ചു തരണമെന്നും പറയുന്നു.
പ്രശ്നം ബീർബലിന്റെ അടുത്തെത്തുന്നു. അദ്ദേഹം 100 സ്വർണ്ണ നാണയങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് അതെടുത്തുകൊള്ളാൻ കനകറാമിനോട് പറഞ്ഞു. ഇളിഭ്യനായ കനകറാമിനോട് 100 സ്വർണ്ണ നാണയം പിഴയായി ചമൻലാലിനു നൽകണമെന്നും വിധിക്കുന്നു. ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും തെറ്റു ചെയ്യുന്നവരെ ശരിയായ വിധത്തിൽ അയാളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ബീർബലിന്റെ അസാധാരണ ബുദ്ധിവൈഭവത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കഥ. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഈ കഥകൾ ഗുണപാഠമായി എത്തിച്ചേരുന്നത് അതിൻ്റെ പ്രസക്തി എക്കാലവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. വാക്യങ്ങൾ കണ്ടെത്താം. തന്നിരിക്കുന്ന 2 ചിഹ്നങ്ങൾ കണ്ടില്ലേ? ആ ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക. ആദ്യത്തെ ചിഹ്നം വിക്ഷേപിണി, രണ്ടാമത്തേത് ചോദ്യചിഹ്നമാണ്. ആശ്ചര്യം, സന്തോഷം, സങ്കടം, അത്ഭുതം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് ശേഷമാണ് വിക്ഷേപിണി ഉപയോഗിക്കുന്നത്. പാഠഭാഗത്തുള്ള ഈ വാചകം നോക്കൂ. ഇല്ല, 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 1000 വട്ടം ഇല്ല. ഇല്ല എന്നതിന് ശേഷം വിക്ഷേപിണി എന്ന ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. കോപം കൊണ്ട് ചുവന്നു തുടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അവിടെ ആ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത് കോപത്തെ സൂചിപ്പിക്കാനാണ്. ഇതുപോലെ വിക്ഷേപിണി എന്ന ചിഹ്നം വരുന്ന മറ്റു വാചകങ്ങൾ കണ്ടെത്തി എഴുതുക. അടുത്തതേതാണ്? ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നത്തിന് പറയുന്ന പേരാണ് കാഗു. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ വാചകം ഒന്ന് നോക്കൂ. പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? അവിടെ കാഗു എന്ന ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ അവസാനമാണ് ചോദ്യചിഹ്നം അഥവാ കാഗു ഉപയോഗിക്കുന്നത്. കൂട്ടുകാർ, ഈ 2 ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതണം. വിളംബരം തയ്യാറാക്കാം. ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്നറിയിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുവിക്കുന്ന വിളംബരം തയ്യാറാക്കൂ. രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ് വിളംബരം. രാജസേവകർ പെരുമ്പറ പോലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ച് രാജകൽപ്പനകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്തിരുന്നത്. ഇന്നു നാം സ്വീകരിച്ചു വരുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യും, പോസ്റ്റർ ഒട്ടിക്കും, മൈക്ക് കെട്ടിയുള്ള പ്രചാരണം, പത്രം, TV എന്നീ മാധ്യമങ്ങൾ വഴിയാണ് ഇന്ന് അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വിളംബരങ്ങളില്ല. എങ്ങനെയാണ് വിളംബരം അറിയിക്കുന്നത്? രാജസേവകർ പെരുമ്പറ കൊട്ടി വലിയ ശബ്ദമുണ്ടാക്കും, ഡും ഡും ഡും. പിന്നെയോ മാന്യമഹാജനങ്ങളെ, വീണ്ടും പെരുമ്പറ കൊട്ടുന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. രാജാതിരാജൻ അക്ബർ ചക്രവർത്തി തിരുമനസ് അറിയിക്കുന്നത് എന്തെന്നാൽ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുമ്പായി കൊട്ടാര അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അറിയിപ്പിന് ശേഷം വീണ്ടും പെരുമ്പറ കൊട്ടുന്നു. വായിക്കാം, കണ്ടെത്താം. അടിയിൽ വരയിട്ടിരിക്കുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. ഇവിടെ ഞാൻ ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരാണ്? ബീർബലാണ്. ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്.
ഇവിടെ ഇവർ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണ്? വൃദ്ധയെയാണ്. ഇവിടെ വാക്യം 1 ആരാണ് പറയുന്നത്? അക്ബറാണ്. ആരോടാണ് പറയുന്നത്? ബീർബലിനോടാണ്. വാക്യം 2 രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. ഇതാണ് വാക്യം 2. ആരാണ് പറയുന്നത്? അക്ബറാണ്. ആരോടാണ് പറയുന്നത്? ബീർബലിനോടാണ്. വാക്യം 3 നോക്കൂ. ആരാണ് പറയുന്നത്? ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. ആരാണ് പറയുന്നത്? ബീർബലാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? അക്ബറിനോടാണ്. ആരെ പറ്റിയാണ് പറയുന്നത്? വൃദ്ധയെ പറ്റിയാണ് പറയുന്നത്. സംഭാഷണത്തിൽ പറയുന്നയാൾ, കേൾക്കുന്നയാൾ ആരെപ്പറ്റി പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നുവോ എന്നിങ്ങനെ 3 വിഭാഗമുണ്ട്. സംഭാഷണത്തിൽ ആദ്യത്തേതിൽ നോക്കൂ. അക്ബർ എന്നതിന് പകരം ഞാൻ എന്നുപയോഗിച്ചിരിക്കുന്നു. പറയുന്നയാൾ ഞാൻ എന്ന് പറഞ്ഞാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിലോ നിങ്ങൾ എന്ന് പറയുന്നത് ബീർബലിനെയാണ്. കേൾക്കുന്നയാളെ പറ്റി പറയുകയാണ്. അയാളുടെ പേരിന് പകരം നിങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ എന്നത് പറയുന്നയാളാണ്, നിങ്ങൾ എന്നത് കേൾക്കുന്നയാളാണ്. ഇവർ എന്നതോ ആരെ പറ്റിയാണോ പറയുന്നത് അവരെയാണ് ഇവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം എന്നുപയോഗിക്കുന്നു. കേൾക്കുന്നയാളാണെങ്കിലോ കേൾക്കുന്നയാളെ പറയുന്നത് നീ, നിങ്ങൾ എന്നാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അവരെ എങ്ങനെ പറയും? അവൻ, അവൾ, അവർ, അത്, അവ, ഇവർ എന്നൊക്കെ പറയും. താരതമ്യം ചെയ്യാം. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഒളപ്പമണ്ണയുടെ വരികളാണ്. ഈ വരികളിലെ ആശയത്തെ പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ഈ വരികളുടെ അർത്ഥം? ആരല്ലൻ ഗുരുനാഥർ. ആരല്ലൻ ഗുരുനാഥർ എന്ന് കവി ചോദിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഗുരുനാഥരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പാരിതിൽ, ലോകത്തിൽ എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് കവിതയിൽ പറയുന്നത്. ഈ വരികളിലെ ആശയത്തെ എങ്ങനെ പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്താം? തന്നെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാനായി പാണ്ഡിത്യമുള്ള ആളുകളെ കൊട്ടാരത്തിലെത്തിക്കണമെന്ന് മഹാനായ അക്ബർ ചക്രവർത്തി പ്രധാനമന്ത്രിയായ ബീർബലിനോട് ആവശ്യപ്പെടുന്നു. ബുദ്ധിമാനായ ബീർബൽ പിറ്റേ ദിവസം തന്നെ ഒരു കൂട്ടം ആളുകളെ കൊട്ടാരത്തിലെത്തിച്ചു. ഇതുകണ്ട് ക്ഷുഭിതനായ അക്ബർ ചക്രവർത്തിയോട് ബീർബൽ പറഞ്ഞു, മഹാരാജൻ, ഈ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുവാൻ കഴിവുള്ളവരാണ്. ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ സന്ദേശം നൽകുകയാണ് ബീർബൽ ചെയ്തത്. ഈ ഭൂമിയിൽ എല്ലാം പഠിച്ചവരായോ ഒന്നും പഠിക്കാത്തവരായോ ആരും തന്നെയില്ല. നമ്മൾ ഓരോരുത്തരും ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. ഇതേ ആശയം തന്നെയാണ് ഒളപ്പമണ്ണയുടെ കവിതയിലും. ആരല്ലൻ ഗുരുനാഥർ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഗുരുനാഥരാണെന്ന് തന്നെയാണ് കവി പറയുന്നത്. ബീർബൽ കഥയിലെ ഓരോ മനുഷ്യനും ഓരോ വിഷയത്തിൽ പണ്ഡിതരായിരുന്നു. എന്നാൽ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്ന് എൻ്റെ വിദ്യാലയം എന്ന ഈ കവിതയിലൂടെ ഒളപ്പമണ്ണ പറയുന്നു. ഈ ഭൂമിയിലുള്ളവരെല്ലാം ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് എന്ന് ഈ 2 കൃതികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.